ദൈവസ്നേഹം നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം. ദൈവസ്നേഹം നിത്യസ്നേഹം, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം നിത്യസ്നേഹം. അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി കരുതിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം നിത്യസ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം നിത്യസ്നേഹം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹം അതിരുകളില്ലാത്തതാണ്. ദൈവത്തിൻ്റെ സ്നേഹം അളവുകളില്ലാത്തതാണ്. കർത്താവിൻ്റെ സ്നേഹം പരിധികളില്ലാത്തതാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അതെ, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം കർത്താവിനെ നൽകുവാൻ തക്കവണ്ണം എന്നെ സ്നേഹിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നിന്നെ സ്നേഹിച്ചു. പ്രിയ മകനെ, പ്രിയ മകളെ, നിന്നെ സ്നേഹിച്ചു. അതേ കർത്താവിൻ്റെ സ്നേഹം, അതിന് അതിര് വയ്ക്കുവാൻ കഴിയില്ല. അതിന് എന്തെങ്കിലും അളവുകോൽ പറയുവാൻ കഴിയില്ല. ഇത്രമാത്രം അളന്നു തൂക്കി പറയുവാൻ കഴിയുന്നതല്ല കർത്താവിൻ്റെ സ്നേഹം. അത് അതിരുകളില്ലാത്ത സ്നേഹമാണ്. അത് അളവില്ലാത്ത സ്നേഹമാണ്. അത് പരിമിതിയില്ലാത്ത സ്നേഹമാണ്. അത് ഉതിർന്നു പോകാത്ത സ്നേഹമാണ്. അത് മറന്നു പോകാത്ത സ്നേഹമാണ്. അത് മരിച്ചു പോകാത്ത സ്നേഹമാണ്. ഒരിക്കലും തീർന്നു പോകാത്ത സ്നേഹമാണ്. ദൈവം സ്നേഹം തന്നെ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതെ, ദൈവം സ്നേഹം മാത്രമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം, നിത്യനായ ദൈവത്തിൻ്റെ തൻ്റെ ഏകജാതനായ തിരുക്കുമാരനെ പാപികളായ മാനവജാതിക്ക് വേണ്ടി എനിക്കും നിങ്ങൾക്കും വേണ്ടി തരുവാൻ മടി കാണിക്കാത്ത ആ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ മുൻപിലാണ് നാം നമ്മുടെ ജീവിതം അടിയറ വെച്ചു പോകുന്നത്. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മേൽ ചൊരിഞ്ഞ ആ സ്നേഹത്തിൻ്റെ ആധിക്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദിനംതോറും നമ്മെ വഴി നടത്തുമ്പോൾ നമ്മുടെ മേൽ ചൊരിയുന്നതായ ആർദ്രതയും കരുണയും സ്നേഹവും, സ്വർഗീയ പിതാവിൻ്റെ വലിയ സ്നേഹവും വാത്സല്യവും കരുതലും, അത് ഈ സ്നേഹത്തിന് മുൻപിൽ നാം നമ്മുടെ ജീവിതം എന്നേക്കുമായി കൊടുത്തുപോകും. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു സംഭവ കഥ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. കൊൽക്കത്തയിലുള്ളതായ ചേരി പ്രദേശത്ത് പ്രവർത്തിക്കുന്നതായ ഒരു സ്കൂൾ, ഒരു നല്ലൊരു സ്കൂള്. വളരെ ചേരി പ്രദേശത്തുള്ള കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. പാവപ്പെട്ടവരായ കുഞ്ഞുങ്ങൾ. അവർക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ട്, നല്ല വസ്ത്രത്തിന് ബുദ്ധിമുട്ടുണ്ട്. പാവപ്പെട്ടവരായ കുട്ടികൾ പഠിക്കുന്നതായ ചേരി പ്രദേശത്ത് പ്രവർത്തിക്കുന്നതായ ഒരു സ്കൂള്. എന്നാൽ ആ നാട്ടിൽ വലിയ ജോലിയിലേക്ക് പ്രവേശിച്ചവരും ഉന്നതമായ സമൂഹത്തിൽ പല ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരുമായ ആളുകളെക്കുറിച്ച് അവിടെയുള്ളതായ ഒരു സംഘടന പഠനം നടത്തിയപ്പോൾ അവർ ഒരു കാര്യം മനസ്സിലാക്കി. ആ മനുഷ്യരെല്ലാവരും, ആ വ്യക്തികളെല്ലാം ഈ സ്കൂളിൽ നിന്നും പഠിച്ച് പുറത്തിറങ്ങിയവരാണ്. അവർ വീണ്ടും ആ സ്കൂളിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. പല വർഷങ്ങളിലായി ആ സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ പഠനമെല്ലാം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന കുട്ടികളാണ് സമൂഹത്തിൽ വലിയ ഉന്നത നിലവാരത്തിലേക്ക് എത്തിച്ചേരുന്നത്. ആ സ്കൂളിന് അവരുടെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു.
അവർ ഈ ഉന്നതരായ വ്യക്തികളുടെ എല്ലാം ജീവിതത്തിലേക്ക് കടന്നു എന്ന് ഒരു കാര്യം അന്വേഷിച്ചു. എന്താണ് നിങ്ങളുടെ ഈ മാറ്റത്തിന് കാരണം? നിങ്ങൾ ജീവിച്ചതായ സ്ഥലം നിലവാരം കുറഞ്ഞ ചേരി പ്രദേശമാണ്. അവിടെ വലിയ സംസ്കാരമൊന്നുമില്ല. എന്നാൽ ഒരു ചേരി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിൽ നിന്നാണ് നിങ്ങളെല്ലാവരും തന്നെ പുറത്തു വന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രമാത്രം വ്യത്യാസം ഉണ്ടാകുവാനും ഇത്ര നല്ല സംസ്കാരം ഉണ്ടാകുവാനും നിങ്ങളെല്ലാവരും ഉയർന്ന നിലയിലെത്തുവാനും ഇടയായി തീർന്നത്? അപ്പോൾ അവരെല്ലാവരും പറഞ്ഞതായ ഒരു കാര്യമുണ്ടായിരുന്നു. അവരെല്ലാവരും പറഞ്ഞത് ഒരു വ്യക്തിയെക്കുറിച്ചായിരുന്നു. ആ സ്കൂളിലെ പ്രധാന അധ്യാപികയെക്കുറിച്ച്, ആ സ്കൂളിൻ്റെ ഹൈസ്കൂളിലെ ഹെഡ് മിസ്ട്രസിനെ കുറിച്ച്. അതെ, ആ വ്യക്തിയായിരുന്നു അവരുടെ ജീവിതത്തിലെല്ലാം വലിയ സ്വാധീനം ചെലുത്തിയ ഒരാൾ. ആ ഹെഡ് മിസ്ട്രസിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് 100 നാവുണ്ടായിരുന്നു. കാരണം ആ പ്രധാന അധ്യാപികയെ അവർ വളരെയധികം സ്നേഹിക്കുകയും അവരുടെ സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് പറയുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയുവാൻ എല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞതായ ഈ വ്യക്തിയെക്കുറിച്ച് അറിയുവാൻ വേണ്ടി ഈ സംഘം, ഈ പഠന സംഘം ആ പ്രധാന അധ്യാപികയുടെ ഭവനത്തിലെത്തി. അവരുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ, ഒരു കൂടിക്കാഴ്ചയിൽ അവർ ചോദിച്ചു, എന്താണ് മാഡം ഈ സ്റ്റുഡൻസ് എല്ലാം നിങ്ങളെക്കുറിച്ച് പറയുന്നത്? എന്താണ് നിങ്ങൾ അവർക്ക് കൊടുത്തത്? എന്ത് സാമ്പത്തിക സഹായമാണ് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്? ചേരി പ്രദേശത്ത് പ്രവർത്തിക്കുന്നതായ ഈ സ്കൂളിൽ നിന്നുകൊണ്ട് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇത്രമാത്രം സ്വാധീനം ചെലുത്തുവാൻ എന്താണ് കാരണം? ആ പ്രധാന അധ്യാപിക അപ്പോഴേക്കും വളരെ പ്രായമായി, ഏകദേശം റിട്ടയർമെൻറ്റിനോടടുത്ത് റിട്ടയർ ചെയ്ത് വീട്ടിൽ വിശ്രമിക്കുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ ആ അധ്യാപിക അവരോടായി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ അവർക്ക് പ്രത്യേകമായി ഒന്നും കൊടുത്തിട്ടില്ല, ഞാൻ അവരെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. അതെ, ആ അധ്യാപിക അതാണ് പറയുവാനുണ്ടായിരുന്നു. ഞാൻ അവർക്ക് സ്നേഹം കൊടുത്തു. അവർ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്നും വളരെ ദരിദ്രരായി കടന്നു വന്ന കുഞ്ഞുങ്ങളായിരുന്നു. അവർക്ക് എല്ലാറ്റിനും കുറവുകളുണ്ടായിരുന്നു. അവർക്ക് പണത്തിന് കുറവുണ്ടായിരുന്നു, വസ്ത്രത്തിന് കുറവുണ്ടായിരുന്നു, ആഹാരത്തിന് കുറവുണ്ടായിരുന്നു, പഠിക്കുവാൻ അത്ര മിടുക്കരൊന്നും ആയിരുന്നില്ല. പക്ഷേ ഞാൻ അവരെ സ്നേഹിച്ചു, ഞാൻ അവരെ പ്രോത്സാഹിപ്പിച്ചു, ഞാൻ എൻ്റെ സ്നേഹം കൊണ്ട് അവരെ കീഴടക്കി. അത് പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിന് കീഴടക്കുവാൻ കഴിയാത്തതായി യാതൊന്നുമില്ല. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു തൻ്റെ സ്നേഹത്താൽ നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കി. ഹല്ലേലൂയ. കർത്താവ് തൻ്റെ സ്നേഹം പുറമെ വാക്കുകളിൽ പ്രകടിപ്പിക്കുകയല്ല ചെയ്തത്, ആ സ്നേഹം ക്രൂശിന്മേൽ കാണിച്ചു തന്നു. പാപികളായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ കർത്താവ് തൻ്റെ സ്വന്തം ജീവൻ കൊടുത്തു. സ്നേഹത്തിന് കീഴടക്കുവാൻ കഴിയാത്തതായി യാതൊന്നുമില്ല. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഇതിനെല്ലാം മാതൃക. അതെ, ഒരു പ്രധാന അധ്യാപികയ്ക്ക് തൻ്റെ സ്കൂളിലെ സ്റ്റുഡൻസിനെ രൂപാന്തരപ്പെടുത്തുവാൻ, മാറ്റുവാൻ, അവരുടെ ജീവിതത്തിൽ വലിയ വ്യതിയാനം വരുത്തുവാൻ കഴിഞ്ഞുവെങ്കിൽ ലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിഞ്ഞു. ആ കർത്താവിൻ്റെ സ്നേഹത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സമാധാനം പ്രാപിക്കുവാൻ കഴിഞ്ഞു. ഈ സ്നേഹത്താൽ നിറഞ്ഞു ജ്വലിക്കുന്നവരായി നാമും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, നമ്മിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം ജ്വലിക്കുമ്പോൾ നമുക്കും അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ കീഴടക്കുവാൻ കഴിയും. അതെ, ഈ സ്നേഹത്തിൻ്റെ അടിമയായി തീർന്നുകൊണ്ട് സ്നേഹച്ചെങ്ങലയിൽ കുരുക്കപ്പെട്ട ആ സ്നേഹച്ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവരായി ക്രിസ്തുവിൻ്റെ പിന്നാലെ നമുക്കും ഗമിക്കാം. നല്ലവനായ യേശു ക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു, വിളിക്കുന്നു. അവൻ്റെ കരങ്ങളിലേക്ക് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം മാത്രം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ.